ജിമെയിലിൽ ഇതാ ഒരു കിടുക്കാച്ചി അപ്ഡേറ്റ് വന്നിരിക്കുകയാണ്. നമ്മളെല്ലാവരും ആഗ്രഹിച്ച ഒരു കിടിലം അപ്ഡേറ്റ് എന്താണെന്നല്ലേ? നമുക്കിപ്പോൾ ജിമെയിലിൻ്റെ ഇൻബോക്സിൽ ഒരുപാട് മെയിലുകൾ വന്ന് കിടക്കുന്നുണ്ടാകും. അതിൽ അത്യാവശ്യമായിട്ടും തുറന്ന് നോക്കേണ്ട അല്ലെങ്കിൽ അത്യാവശ്യമായിട്ടും റിപ്ലൈ കൊടുക്കേണ്ട പല മെയിലുകളും ഉണ്ടാകും. എന്നാൽ അതിങ്ങനെ സ്ക്രോൾ ചെയ്ത് കണ്ടെത്തുക എന്നത് വളരെയധികം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്നാൽ ഇപ്പോഴുള്ള ഈ ഒരു അപ്ഡേറ്റിൽ ഒരൊറ്റ ക്ലിക്കിൽ ഇങ്ങനെയുള്ള മെയിലുകൾ നമുക്ക് കണ്ടെത്താൻ ഒരു സംഭവം കൊണ്ടുവന്നിട്ടുണ്ട്. അതെന്താണെന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് കണ്ട് മനസ്സിലാക്കാം. സമയം കളയാതെ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ട് മൊബൈലിലുള്ള ജിമെയിൽ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഇവിടെ ഒരുപാട് മെയിലുകൾ നമുക്ക് വന്ന് കിടക്കുന്നുണ്ടാകും. അത്യാവശ്യമുള്ളത് നമുക്ക് പെട്ടെന്ന് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പുതിയ അപ്ഡേറ്റ് ഇപ്പോൾ വന്നിട്ടുണ്ട്. അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇടതുവശത്ത് കാണുന്ന ആ ഒരു 3 ലൈൻസ് ഉണ്ടല്ലോ, അവിടെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു പുതിയ ഓപ്ഷൻ കാണാൻ സാധിക്കും, ക്രിയേറ്റ് ലേബൽ എന്ന ഈ ഒരു ഓപ്ഷൻ. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പേര് ഇവിടെ കൊടുക്കുക. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ കൊടുക്കുന്നത് ഫേവറേറ്റ് എന്നാണ്. എന്ത് വേണമെങ്കിലും കൊടുക്കാം, എത്ര ലേബൽ വേണമെങ്കിലും നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഞാനിപ്പോൾ ഫേവറേറ്റ് എന്ന് എഴുതിയിട്ടുണ്ട്, സേവ് കൊടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയാണ് കാണിക്കുക. ഇതിൽ മെയിലൊന്നും നമ്മൾ സേവ് ചെയ്യാത്തതുകൊണ്ട് എംപ്റ്റി ആയിരിക്കും. ഇനി നമുക്ക് വേണ്ടപ്പെട്ട മെയിലുകൾ ഇതിലേക്ക് നമുക്ക് സേവ് ചെയ്യാം. ഞാനിപ്പോൾ അത്യാവശ്യമായിട്ട് എനിക്ക് വേണ്ട മെയിലുകൾ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം വലതുവശത്തെ മുകളിൽ കാണുന്ന 3 ഡോട്ട്സിൽ നമുക്കൊന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ ലേബൽ ആസ് എന്ന പുതിയ ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത ആ ഒരു ലേബൽ, ഇവിടെ ഫേവറേറ്റ് എന്ന ആ ഒരു ലേബൽ കാണാൻ സാധിക്കും. അതിൽ നിങ്ങൾ ടിക്ക് മാർക്ക് കൊടുക്കുക. ഓക്കെ, മുകളിൽ ഇൻബോക്സിൻ്റെ ടിക്ക് മാർക്ക് ഉണ്ട്. വേണ്ട എങ്കിൽ നിങ്ങൾക്ക് ഇൻബോക്സിൻ്റെ ടിക്ക് മാർക്ക് ഒഴിവാക്കാം. ഞാൻ ഒഴിവാക്കുന്നില്ല, ഇവിടെ ഓക്കെ കൊടുക്കുകയാണ്. ഓക്കെ, ആ ഒരു മെയിലുകളൊക്കെ അതിലേക്ക് സേവ് ആയി കഴിഞ്ഞു. ഇനി അതെങ്ങനെ എടുക്കാം? ഇവിടെ 3 ലൈൻസിൽ വീണ്ടും ക്ലിക്ക് ചെയ്യുക. ഇവിടെ തന്നെ നമുക്ക് ആ ഒരു ഫേവറേറ്റ് എന്ന ലേബൽ കാണാൻ സാധിക്കും, നമ്മൾ ക്രിയേറ്റ് ചെയ്ത ലേബൽ. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, ഞാൻ സേവ് ചെയ്ത 3 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആ ഒരു മെയിലുകൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇങ്ങനെ എത്ര ലേബൽ വേണമെങ്കിലും നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാം. ഞാൻ വീണ്ടും ക്രിയേറ്റ് ലേബൽ എന്ന ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ എൻ്റെ പേര് കൊടുക്കുകയാണ്, ഫൈസൽ എന്ന് കൊടുക്കുകയാണ്. ഇവിടെ സേവ് കൊടുക്കുകയാണ്. സംഭവം ഇവിടെ വന്നിട്ടുണ്ട്. ഇനി ഞാൻ ജസ്റ്റ് ബാക്ക് വന്നിട്ട് ആ ഒരു ഫോൾഡറിലും, അതായത് ആ ഒരു ലേബലിലും ഞാൻ 1-2 മെയിലുകൾ കൂടി ഇവിടെ സേവ് ചെയ്യാണ്. 3 മെയിൽ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്തു, ലേബൽ ആസ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഇപ്പോൾ രണ്ടാമത് ക്രിയേറ്റ് ചെയ്ത ആ ഒരു ലേബൽ ഇവിടെ വന്നിട്ടുണ്ട്. അവിടെ ടിക്ക് മാർക്ക് കൊടുത്തു, ഇവിടെ ഓക്കെ കൊടുത്തു. എന്നിട്ട് വീണ്ടും 3 ലൈൻസിൽ ക്ലിക്ക് ചെയ്തിട്ട് രണ്ടാമത് ക്രിയേറ്റ് ചെയ്ത ലേബലും ഇവിടെ വന്നിട്ടുണ്ട്. അത് തുറന്നു പോയി കഴിഞ്ഞാൽ ആ സേവ് ചെയ്ത ലേബൽ ഇതിൻ്റെ അകത്ത് കാണാൻ സാധിക്കും. അങ്ങനെ നമുക്ക് എത്ര ലേബൽ വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്യാം. ഇനി നമുക്ക് ആ ലേബൽ വേണ്ട എങ്കിൽ എങ്ങനെ അത് ഒഴിവാക്കാം? അതിനായിട്ട് ഇവിടെ നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ക്ലിക്ക് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാലൊന്നും ഇത് ഒഴിവാക്കാനുള്ള ഓപ്ഷൻ ഇല്ല. മുകളിലും അതേ ലേബൽ കാണാൻ സാധിക്കും. അവിടെ ഞെക്കി പിടിച്ചാലോ അല്ലെങ്കിൽ അവിടെ ടച്ച് ചെയ്താലോ ആ ലേബൽ ഓപ്പൺ ആകും എന്നല്ലാതെ അത് നമുക്ക് ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. അപ്പോൾ എങ്ങനെ ഡിലീറ്റ് ചെയ്യാം? അതിനായിട്ട് 3 ലൈൻസിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് വീണ്ടും താഴേക്ക് വരിക. താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ സെറ്റിങ്സ് എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. സെറ്റിങ്സ് ക്ലിക്ക് ചെയ്തിട്ട് ഏത് മെയിൽ ഐ ഡിയിലാണ് നിങ്ങൾ ലേബൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് ആ മെയിൽ ഐ ഡി നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് മാനേജ് ലേബൽസ് എന്ന ഭാഗം കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് ഏത് ലേബലാണ് നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യേണ്ടത് ആ ലേബൽ ഇവിടെ സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഞാൻ ക്രിയേറ്റ് ചെയ്ത 2 ലേബലും ഇവിടെ കാണാൻ സാധിക്കും. ഓരോന്നും ക്ലിക്ക് ചെയ്തിട്ട് ഡിലീറ്റ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് വീണ്ടും ഡിലീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് ഡിലീറ്റ് ആയി പോവുകയും ചെയ്യും. ഓക്കെ, രണ്ടാമത്തെ ലേബലും ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്യുകയാണ്. വീണ്ടും ഡിലീറ്റ് എന്ന ഭാഗം ഇവിടെ കാണാൻ സാധിക്കും. ഡിലീറ്റ് കൊടുക്കുകയാണ്. വീണ്ടും ഡിലീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് ഡിലീറ്റ് ആയി പോകും. ഇനി ബാക്ക് വന്നിട്ട് ആ ലേബൽ അവിടെ ഉണ്ട് ഒന്ന് നോക്കാം. ഇവിടെ ബാക്ക് വന്നു. ഇവിടെ 3 ലൈൻസിൽ ക്ലിക്ക് ചെയ്തു. ഇവിടെ നമുക്ക് ആ ലേബൽ കാണാനേ സാധിക്കില്ല. ഓക്കെ, അങ്ങനെ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ലേബൽ ക്രിയേറ്റ് ചെയ്യാം. ഇനി ആവശ്യമില്ല എങ്കിൽ ആ ലേബൽ നമുക്ക് അവിടെ നിന്ന് ഒഴിവാക്കാനും സാധിക്കും. ഓക്കെ, ഈ ഒരു അപ്ഡേറ്റിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.